വെള്ളക്കാരനോട് അടരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ മനസാക്ഷിയിൽ വലിയ വെളിച്ചമായി മാറിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം. ഗാന്ധിജിയുടെ അടുത്ത അനുയായികൾ ഒരാളായിരുന്നു സരോജിനി നായിഡു. പക്ഷേ മറ്റു പല ആളുകളെയും പോലെ ഗാന്ധിജി അങ്ങനെ അന്ധമായിട്ട് അനുകരിക്കാനൊന്നും സരോജിനി നായിഡു ഒരിക്കലും തയ്യാറായിട്ടില്ല. ഖാദി വേഷം ധരിക്കാൻ തന്നെ അവർ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പട്ട് സാരി മാത്രമേ അവർ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ വെജിറ്റേറിയനായിരുന്നില്ല അവർ. സസ്യഭോജനം അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ നൂൽ നൂൽക്കാൻ ഗാന്ധിജി സരോജിനി നായിഡുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ബാപ്പുജി, നൂൽ നൂറ്റാൽ എൻ്റെ കൈ നോവും. ആ പാഴ്വേല ചെയ്യുന്ന നേരം കൊണ്ട് ഞാനൊരു കവിത എഴുതും. മറ്റൊരിക്കൽ സസ്യഭൂക്കാകാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടപ്പോൾ പുല്ലും വൈക്കോലിൽ നിന്ന് ഞാൻ എങ്ങനെ ജീവിക്കും എന്നവർ ചോദിച്ചു. പക്ഷേ നായിഡു എല്ലാ കാലത്തും ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായി തുടരുകയും ചെയ്തു. ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ല എന്ന് പറയുന്ന അവരുടെ സ്വഭാവമാണ് ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടമായതും ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായി അവരെ മാറ്റിയതും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കരുത്. പല ആളുകളും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നേതാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ചില ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി സംസാരിക്കും. വ്യക്തിത്വമുള്ള ആളുകൾക്ക് സ്വന്തമായ നിലപാടും കാഴ്ചപ്പാടും ഉണ്ടാകും. അത് നമ്മൾ ആരുടെ മുന്നിലും തുറന്നു പറയണം. ചിലപ്പോൾ താൽക്കാലികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇൻ ദ ലോങ് റൺ അവർക്കായിരിക്കും വിജയം ഉണ്ടാക്കുക. സരോജിനി നായിഡു അങ്ങനെ ഒരാളാണ്.